എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ റോട്ടറി ക്ലബ് ഓഫ് ട്രിച്ചൂർ എലൈറ്റ് എന്ന ക്ലബിന്റെ ഭാരവാഹികളാണ്. ഇദ്ദേഹം ഞങ്ങളുടെ പ്രസിഡന്റ് റൊട്ടേറിയൻ ആന്റണി വി ജെ. കൂടെയുള്ളത് ഞങ്ങളുടെ സെക്രട്ടറി റൊട്ടേറിയൻ ടിൻഡോ ജോസ്. അറ്റത്തുള്ളത് ഞങ്ങളുടെ ശനിയാഴ്ച നടക്കുന്ന ഞങ്ങളുടെ ഹൊറൈസൺ എന്ന പരിപാടിയുടെ പ്രോഗ്രാം ഡയറക്ടറാണ് റൊട്ടേറിയൻ പവൻ. ഞാൻ ക്ലബിന്റെ ചാർട്ടർ പ്രസിഡന്റ് റൊട്ടേറിയൻ അഡ്വക്കേറ്റ് വിഷ്ണു ഹരി. പിന്നെയുള്ളത് ഞങ്ങളുടെ പ്രോഗ്രാം കൺവീനർ റൊട്ടേറിയൻ അമൽ സുരേന്ദ്രൻ. കൂടുതൽ കാര്യങ്ങൾ എന്തിനാണ് ഈ പത്രസമ്മേളനം എന്നുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ പ്രസിഡന്റ് നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. അതിനു മുൻപായി ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. കഴിഞ്ഞ തവണ 30-ാം തീയതി ഞങ്ങളുടെ സ്ഥാനാരോഹണം ഉണ്ടായപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇവിടെ വന്നിരുന്നു, നിങ്ങളെല്ലാവരെയും കണ്ടിരുന്നു. നിങ്ങളുടെ 30-ാം തീയതി ഞങ്ങൾ നടത്തിയ പരിപാടിയിൽ നിങ്ങൾ കാണിച്ച സഹകരണ മനോഭാവത്തിന് നിങ്ങളോട് എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ തുടങ്ങട്ടെ. ഞങ്ങളെ വളരെ നല്ല രീതിയിൽ തന്നെയാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്തത്. അതിന്റെ ഒരു നന്ദി അറിയിച്ചുകൊണ്ട് ഞങ്ങൾ ഈ വരുന്ന പരിപാടിയുടെ കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് സംസാരിക്കാനായി പ്രസിഡന്റിന് കൈമാറുന്നു. നമസ്കാരം, ഞാൻ ആന്റണി, റോട്ടറി ക്ലബ് ഓഫ് ട്രിച്ചൂർ എലൈറ്റിന്റെ പ്രസിഡന്റാണ്. ഈ വരുന്ന 25-ാം തീയതി രാവിലെ 7 മണിക്ക് നമ്മൾ ഒരു റണ്ണായിട്ടാണ് ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രോഗ്രാം ഹൊറൈസൺ, ഫൈറ്റ് അഗെയിൻസ്റ്റ് ഡ്രഗ്സ്. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിന് ഭാഗമായിട്ട് നമ്മൾ സംഘടിപ്പിക്കുന്നത് ആദ്യമായി ഒരു റണ്ണാണ്. അത് തെക്കേ ഗോപുര നടയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അത് ആരംഭിച്ച് നമ്മൾ നേരെ ടൗൺ ഹാളിലേക്കാണ് പോകുന്നത്. ടൗൺ ഹാളിൽ വെച്ച് നമ്മൾ വരുന്ന ഈ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും നമ്മൾ അവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നമ്മൾ വീണ്ടും സെമിനാറിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ സെമിനാറിൻ്റെ മുന്നോടിയായിട്ട് നമ്മൾ രംഗചേതന അവതരിപ്പിക്കുന്ന ഒരു ചെറിയൊരു നാടകാവിഷ്കാരം അവിടെ ഉണ്ടാവും. അത് ക്രൗഡിനെ ഇൻട്രാക്ട് ചെയ്യാവുന്ന രൂപത്തിലുള്ള ഒരു ചെറിയൊരു നാടകാവിഷ്കാരമാണ്. അതിനോട് തുടർന്ന് ജില്ലാ നമ്മുടെ കോർപ്പറേഷനും അതുപോലെ തന്നെ ജില്ലാ പോലീസും നേതൃത്വത്തിൽ അവിടെ ഒരു സെമിനാറാണ് സംഘടിപ്പിക്കുന്നത്. ഡ്രഗ് അവയർനെസ് ക്ലാസ്സും അതുപോലെ തന്നെ സൈബർ സെക്യൂരിറ്റിയെ കുറിച്ചുള്ള ഒരു ക്ലാസ്സുകളാണ്. 2 ക്ലാസ്സുകളും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് തന്നെയാണ് സഹായത്തോടു കൂടിയിട്ടാണ് നമ്മളത് നടത്തുന്നത്. തീർച്ചയായിട്ടും അതിലും നമ്മൾ നല്ലൊരു പാർട്ടിസിപ്പേഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കൂടാതെ റോട്ടറി ക്ലബ്ബുകളിലുള്ള അംഗങ്ങളുടെ മെമ്പേഴ്സിൻ്റെ കുട്ടികളുടെ +2 SSLC എന്നിവയുടെ പ്ലസ് ഗ്രേഡ് കിട്ടിയിട്ടുള്ള കുട്ടികളെല്ലാം ആദരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്കൂൾ കുട്ടികൾക്ക് കളിയാണ് ലഹരി എന്നുള്ള ഒരു രൂപത്തിൽ നമ്മൾ ഫുട്ബോൾസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സംഗീതമാവും ലഹരി എന്നുള്ള രൂപത്തിൽ വയലിൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള പ്രോഗ്രാമുകളും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും നമ്മൾ പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ്സും അവിടെ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഈ ഒരു പ്രോഗ്രാമിൽ നമ്മുടെ ഈ റോട്ടറി ക്ലബ് ഓഫ് ട്രിച്ചൂർ എലൈറ്റിൻ്റെ ഒപ്പം ഈ പ്രോഗ്രാമിന് സഹകരിക്കുന്നത് അയ്യന്തോൾ വാക്കേഴ്സ് ക്ലബ്ബ്, അതുപോലെ വടക്കുന്നാഥൻ വാക്കേഴ്സ് ക്ലബ്ബ്, സ്കേറ്റേഴ്സ് ക്ലബ്ബ്, വെറ്ററൻസ് ക്ലബ്ബ്, അങ്ങനെയുള്ള മറ്റുള്ള ഓർഗനൈസേഷൻസും നമ്മുടെ ഈ പ്രോഗ്രാമായിട്ട് സഹകരിക്കുന്നുണ്ട്. ഏകദേശം 500ഓളം മെമ്പേഴ്സ് പാർട്ടിസിപ്പൻസ് നമ്മുടെ റണ്ണിലുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും വേണം. ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ സമൂഹം നേരിടുന്ന ഈ ഒരു വലിയൊരു വെല്ലുവിളിയാണ്. ഇപ്പോൾ ഗവൺമെൻറ് തലത്തിലായാലും തൂഫാൻ എന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ്റും പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെതിരെ ഡ്രഗ്സിനെതിരെ അവരും പ്രവർത്തിക്കുന്നുണ്ട്. അതിന് സപ്പോർട്ടീവായിട്ട് സമൂഹത്തിന് വേണ്ട ആവശ്യകരമായിട്ടുള്ള ഈ ഒരു കാര്യത്തിന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും വേണം. പ്രത്യേകിച്ച് മാധ്യമങ്ങൾ നിങ്ങളുടെ രീതിയിൽ ഇതൊന്ന് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമൂഹത്തിന് ഒരു ഗുണമായി മാറുകയാണ് ചെയ്യണത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം. പൊതുജനങ്ങൾ ഇത് കാണുന്നവരെല്ലാവരും ഇതിനെ സപ്പോർട്ട് ചെയ്ത് ഇതിനെ പങ്കെടുക്കുകയും വേണം. കൂടാതെ നമ്മളുടെ ഇവിടെ ചുറ്റുവട്ടത്തുള്ള കോളേജുകളിൽ നിന്ന് റോട്ടേറിയൻസ് ആയിട്ടുള്ള റോട്രാക്സ് എന്ന് പറയും, അവരും അതുപോലെ കോളേജ് വിദ്യാർത്ഥികളും ഇതിൻ്റെ ഭാഗമാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവരെയും ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കൂടാതെ നമ്മൾ ഈ വരുന്ന, അതായത് നാളെ 24-ാം തീയതി ഇതിൻ്റെ തൂഫാൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ രമേശ് ചെന്നിത്തല, ഹോം മിനിസ്റ്ററായ രമേശ് ചെന്നിത്തല കൊച്ചിയിൽ വെച്ച്
റൊട്ടേറിയൻസിനെ ഇതിൻ്റെ വാരിയേഴ്സ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്ന ഡേ ആണ്. അത് നാളെയാണ് ആ ചടങ്ങ്. അതിൻ്റെ ഒരു തുടർച്ച എന്നോണാണ് നമ്മൾ ഈ പ്രോഗ്രാമിനെ വീണ്ടും കാണുന്നത്. നമ്മളിവിടെ തൃശ്ശൂർ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ പ്രോഗ്രാം എന്നുള്ള രൂപത്തിലാണ് ഇതിനെ വിലയിരുത്തുന്നത്. ഇതിപ്പോൾ തെക്കേ ഗോപുരം നടയിൽ നിന്നും ടൗൺ ഹാൾ വരെ കൂടി കടന്ന് നമ്മൾ ആ സ്റ്റേഡിയത്തിൻ്റെ സൈഡിൽ കൂടെ വൺ വേയിലൂടെ കടന്ന് രാമനില ആ ഭാഗത്ത് കടന്ന് നേരെ ടൗൺ ഹാൾ. അതെ, നമുക്ക് ഈ യോഗത്തിലെ മേയറാണ് അധ്യക്ഷയാവുക, നിജി ജസ്റ്റിൻ. പിന്നെ നമ്മുടെ MLA രാജൻ പല്ലൻ ഇനോഗ്രേഷനാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡെപ്യൂട്ടി മേയറും പ്രസാദ് അവിടെ സന്നിഹിതരാവും. സിറ്റി പോലീസ് കമ്മീഷണർ നമ്മൾ ഈ പർട്ടിക്കുലർ സെമിനാറിൻ്റെ ഉദ്ഘാടനം കാര്യങ്ങളും നടത്തുന്നുണ്ട്. ORX വില്ലേഴ്സ് ആണ് നമുക്ക് ഈ പർട്ടിക്കുലർ പ്രോഗ്രാമിൻ്റെ ഒരു സപ്പോർട്ടായിട്ട് നമുക്ക് വന്നിട്ടുള്ളത്. അല്ല, ഫ്ലാഗ് ഓഫ് അല്ല, നമ്മൾ സെമിനാറിൻ്റെ അധ്യക്ഷയായിട്ടാണ് നമ്മൾ മേയർ വരുന്നത്. ഉദ്ഘാടകൻ MLA രാജൻ പല്ലൻ. ഫ്ലാഗ് ഓഫ് വിജയകുമാർ സാറ് വരുന്നുണ്ട്. ഞങ്ങളുടെ പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണറാണ് TR വിജയകുമാർ. ആളാണ് നമുക്ക് ഫ്ലാഗ് ഓഫിനെ, അതുപോലെ തന്നെ ORX വില്ലേഴ്സും കൂടെ ചേർന്നുകൊണ്ടാണ് അത് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത്. എല്ലാവരും ഈ പ്രോഗ്രാമിൽ തുടക്കം മുതലേ അവസാനം വരെ ഞങ്ങൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെ ഈ ഒരു അവസരത്തിൽ അങ്ങ് അവിടേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാവരും ഉണ്ടാവണം. താങ്ക് യു.